ഹായ് നെബുലോനസി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ വന്നുകൊണ്ടേയിരിക്കും. പിന്നെ ഫസ്റ്റ് തന്നെ ബാഗ് പാക്ക് ചെയ്യാൻ സമയമായി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. നമുക്ക് ബാഗ് എടുക്കാം. നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാൻ പോവുകയാണ്. ഹോസ്പിറ്റൽ ബാഗ് നമ്മളെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും ഒരു മാസം മുന്നേക്ക് പാക്ക് ചെയ്ത് വെക്കും. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സമയത്താണ് പാക്ക് ചെയ്യുന്നത്. ഞാൻ ഇക്കാലത്ത് പറഞ്ഞ് എന്നെ അവസാനം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അപ്പോൾ പുറത്തുനിന്ന് സാധനം വാങ്ങിച്ചാൽ മതി, വീട്ടിൽ നിന്നൊന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് എന്ന് വിളിച്ചു കഴിഞ്ഞാലും വരില്ല ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇന്ന് ഇങ്ങനെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാനിവിടെ നിൽക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാഗ് തൂക്കിക്കൊണ്ട് നിൽക്കുവാണ്. ബാഗ് വാങ്ങിച്ചതൊക്കെ ഒരു കഥയാണ് അല്ലേ? നമ്മൾ എവിടെ പോയപ്പോൾ എറണാകുളത്ത് പോയപ്പോൾ ഒരു ബാഗ് വാങ്ങിച്ചോ, വലിയ കൂടിയ ബാഗാണ്. കൂടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം പിടികിട്ടിക്കാണ്. അപ്പൊ നമ്മള് തുച്ഛമായ പൈസക്ക് അവിടത്തെ എവിടെ നിന്നാണ് വാങ്ങിച്ചത്? എറണാകുളത്ത് നമ്മളെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചു. 800 സംതിങ് രൂപ അത്രയും. കണ്ട ബാഗ് നല്ല പൊടി പിടിച്ചിട്ടൊക്കെ കിടപ്പുണ്ട്. ഇതിനകത്ത് നമ്മളുടെ സ്ഥാപന ജംഗമ വസ്തുക്കളെല്ലാം ഇതിനകത്താണ്, സർട്ടിഫിക്കറ്റുകളെല്ലാം ഇതിനകത്ത് വെച്ച്. ഞാൻ പറഞ്ഞു ഇതിനകത്ത് വെക്കരുതെന്ന് കേട്ടില്ല. ഒരു സാനിറ്റൈസർ വാങ്ങിച്ച് ഇത് അടിച്ചു കഴിഞ്ഞാൽ ഈ ഏരി നിൽക്കാൻ പറ്റും. അത്രയ്ക്ക് നാറ്റം. മീൻ നാറുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ചാളയെന്നെ കണ്ട് പേസ്റ്റ് എടുത്തിട്ടുണ്ടാക്കി സാധനം. അപ്പോൾ ആദ്യം നമുക്ക് അമ്മയ്ക്ക് വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യാം, അതായത് എനിക്ക് വേണ്ട സാധനങ്ങൾ പാക്ക് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഡ്രസ്സ് ഞാനൊരു 7 എടുത്തിട്ടുണ്ട്. നമുക്ക് അറിഞ്ഞുകൂടല്ലോ നോർമലാണോ സിസേറിയനാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ 7 ദിവസം, ഇപ്പോൾ സിസേറിയനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 7 ദിവസമൊക്കെ നിൽക്കേണ്ടി വരും ഹോസ്പിറ്റലിൽ. അതുകൊണ്ട് ഞാൻ ഒരു 7 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന ദിവസവും കൂടെ കൂട്ടി ഒരെണ്ണം. അങ്ങനെ നമുക്കൊരു നല്ല ഡ്രസ്സും ബാക്കിയുള്ളതെല്ലാം നമ്മുടെ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സ് ഞാൻ വയ്ക്കുവാണ്. പിന്നെ ഇത് രണ്ടും നമ്മുടെ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡെലിവറി കഴിഞ്ഞ ഉടനെ നമുക്ക് ബാക്കിയുള്ള ഡ്രസ്സുകളൊക്കെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റീസ് ആയിരിക്കും അവർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ 2 എണ്ണം വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട് ഓപ്പൺ നൈറ്റി. ഇത് ഞാൻ പറഞ്ഞ ഡ്രസ്സിൻ്റെ ബാക്കിയാണ് കേട്ടോ. ഒരെണ്ണം ഇത് നമുക്ക് വീട്ടിലോട്ട് കുഞ്ഞാവയും കൊണ്ട് വരുമ്പോഴത്തേക്ക് ഇടാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫീഡിങ് ബ്രാസും പാൻറ്റീസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം നേരത്തെ തന്നെ നമ്മളെ ഓരോ പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പ്രത്യേകം നമ്മൾ കാണത്തില്ലല്ലോ. അപ്പം ബാക്കിയുള്ളവരല്ലേ, ഇപ്പോൾ ഇക്കായ ഉമ്മായൊക്കെ ആയിരിക്കും എടുത്ത് കൊടുക്കുന്നത്. അപ്പം അവർക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനെല്ലാം സെപ്പറേറ്റ് നമ്മുടെ സിപ്പ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. പൊടിയൊന്നും കയറത്തില്ല. ഓക്കെ. അപ്പോൾ പിന്നെ ആവശ്യമുള്ളത്, ഇത് എല്ലാവർക്കും മെയിനായിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഇനി ഹോസ്പിറ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നതാണെങ്കിൽ അറിഞ്ഞുകൂടാ. ഇത് നമുക്ക് വരുന്നത് നമ്മുടെ മെറ്റേണിറ്റി സാനിറ്ററി പാഡ്സും, അതേപോലെ പിന്നെ വരുന്നത് മെറ്റേണിറ്റി നമ്മുടെ ഡിസ്പോസിബിൾ പാഡ് ഫിക്സേറ്ററുമാണ്. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെക്കുവാണ്. പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ എസെൻഷ്യൽസ് വരുന്നുണ്ട്. കണ്ടോ, ഹോസ്പിറ്റൽ എസെൻഷ്യൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് എനിക്ക് ആവശ്യമായിട്ടുള്ള ബ്രഷ്, ടങ് ക്ലീനർ, നമ്മുടെ ഒരു ഹാൻഡ് വാഷ്, പിന്നെ സാനിറ്റൈസർ, പേസ്റ്റ്, ചീപ്പ്, ഒരു സോപ്പ് പൊട്ടി, പിന്നെ നമ്മുടെ എനിക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചപ്പൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിഷ്യൂ പേപ്പർ, ഒരു പാക്കറ്റ് ടിഷ്യൂ പേപ്പർ, മാസ്ക്, 2 കവർ മാസ്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. വാഷിംഗ് സാധനങ്ങളെല്ലാം പ്രത്യേകമാക്കി താഴെ വെച്ചിട്ടുണ്ട്. കുഞ്ഞിന് ഡ്രസ്സ് കഴുകാനുള്ള ലിക്വിഡാണെന്ന് വെച്ചാൽ ലിക്വിഡ്, സോപ്പാണെങ്കിൽ സോപ്പ് നിങ്ങൾ എടുക്കുക. പിന്നെ അമ്മയുടെ തുണി കഴുകാനുള്ളത്, അതേപോലെ പ്ലേറ്റ്സ് വാഷ് ചെയ്യാനുള്ളത്, അങ്ങനെയുള്ള മെറ്റീരിയൽസ് നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് മാറ്റി വെച്ചേക്കണം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അങ്ങനെയുള്ള എസെൻഷ്യൽസ്. ഇത് ഒരിക്കലും വിട്ടുപോകരുത് നിങ്ങൾ. അല്ല, എൻ്റെ സാധനം ഇനിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഇതിപ്പോൾ മെറ്റേണിറ്റി വിയറായിട്ടുള്ള സാനിറ്ററി പാഡ്സ് ആണ്. അപ്പം നോർമലായിട്ടുള്ളതും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നീട് യൂസ് ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണെന്ന് കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോർമലായിട്ടുള്ളതാണ്. പിന്നെ വരുന്നത് തോർത്തും, ഞാനൊരു ബെഡ്ഷീറ്റും, 2 തോർത്തും ബെഡ്ഷീറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയാണ് നമ്മുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു ഫ്ലാസ്ക് ആവശ്യമാണ്. അപ്പം ഞാൻ ഒരു ഫ്ലാസ്ക് വാങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ ഫ്ലാസ്ക് ആണ് കേട്ടോ, കൂടിയ ഫ്ലാസ്ക് ഒന്നുമല്ല. പക്ഷേ നല്ല ചൂട് നിൽക്കും. ഞങ്ങൾ രാത്രി വാങ്ങിക്കൊണ്ട് വന്നിട്ട് രാത്രി വെച്ചിട്ട് ഇന്ന് രാത്രി 10 മണിക്ക് വെച്ചിട്ട് നാളെ കഴിഞ്ഞ് പിറ്റേന്ന് ഉച്ചയായിട്ടും അതിൽ നിന്ന് ആവി വരുന്നുണ്ടായിരുന്നു. അപ്പം നല്ല ഇതാണ്. ഇത് ഫോർ ബ്രദേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെയാണെന്ന് തോന്നുന്നു. പക്ഷെ വില കുറവാണ്. എത്രയായിരുന്നു? 800 സംതിങ് രൂപ ആയിട്ടുള്ളൂ ഇത്. അങ്ങനെ ഒരു ഫ്ലാസ്ക് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണം ഞാൻ
ഇതാ എടുത്ത് വെക്കുവാണ്. ഇനി നമുക്ക് കഴിക്കാനുള്ള പ്ലേറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് കിണ്ണി, സ്പൂണ്, തൂക്കുപാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ താഴെ മട ലഗേജിലാണ്. അപ്പോൾ ഇതാണ് പ്ലേറ്റ്, ഞാൻ ഇതിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മൾ മെയിനായിട്ടുള്ള ഹോസ്പിറ്റൽ എസെൻഷ്യൽസും അതേപോലെ നമ്മുടെ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും വരുന്നത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഫയൽ. നമ്മുടെ ആദ്യം മുതൽ നമ്മുടെ വാവ വരുന്നത് വരെയുള്ള നമ്മുടെ രേഖകളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഫയല്, പിന്നെ നമ്മുടെ ID കാർഡ്സ്, ATM കാർഡ്സ്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടി ഈ ഫയലിനകത്താക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ബാഗിനകത്ത് വെച്ചേക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള നമ്മുടെ ഫോണിൻ്റെ ചാർജർ ആവശ്യമാണ്, നമ്മുടെ ഫോൺ ആവശ്യമാണ്. ചാർജറൊക്കെ നമ്മൾ മറക്കാതെ എടുത്ത് വെച്ചേക്കണം. പിന്നെയുള്ളത് ചിലരൊക്കെ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മുടെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ മേക്കപ്പ് ഐറ്റംസിൻ്റെ ഒന്നും ആവശ്യമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എടുക്കുന്നതുമില്ല, അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാരണം കുഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ മേക്കപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞിനെ എടുക്കുന്നതൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ പല കെമിക്കൽസും ഇതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ കുഞ്ഞിലേക്ക് പടരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ മേക്കപ്പ് ഐറ്റംസ് ഫുൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഒരു സാധനം വിട്ടുപോയി, അടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി സാധനം തപ്പിയപ്പോഴത്തേക്ക് അതിൻ്റെ ഇടയിൽ കിടന്ന് നമ്മുടെ ഷോൾസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 ഷോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ട് ഞാൻ ബാഗ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്പേസിന് വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ വെച്ചിരുന്നത് പോലെയല്ല, അത്ര സാധനങ്ങൾ തന്നെ ഉണ്ട്. എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ആദ്യം നമ്മുടെ കുഞ്ഞു വാവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉടുപ്പുകൾ വയ്ക്കാം കേട്ടോ. നമ്മുടെ വാവയ്ക്ക് എന്തായാലും എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിലായാലും ഡോക്ടേഴ്സൊക്കെ ചിലപ്പോൾ പറയും റോംബേഴ്സ് വേണം എന്ന് പറയും. റോംബേഴ്സ് ഞാനിപ്പോൾ ഒരു 3 റോംബർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതായത് കൈയും കാലും ഒക്കെ മൂടി നിൽക്കത്തക്ക രീതിയിലാണ്. അതുപോലെ ഇപ്പം മഴ സീസണൊക്കെ അല്ലേ, അപ്പോൾ ഫുൾ കവറായിട്ട് നിൽക്കുന്ന ഉടുപ്പാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. 3 ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഗേൾ ബേബിയാണോ ബോയ് ബേബിയാണോ എന്ന് അറിഞ്ഞൂടല്ലോ, അതുകൊണ്ട് വരുമ്പോഴത്തേക്കും ഗേൾ ആണെങ്കിൽ നമുക്ക് പിങ്ക് ഇടാം, ബോയ് ആണെങ്കിൽ നമുക്ക് ബ്ലൂ ഇടാം. ഇനി അവിടെ നമുക്ക് ഇപ്പം തണുപ്പൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഡീഷണൽ റോംബറും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 3 റോംബർ. അപ്പോൾ അത് നമുക്കിവിടെ വയ്ക്കാം. അടുത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടവലാണ് കേട്ടോ. 3 ടവൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, നല്ല വലുതാണ്. പിന്നെ വൈറ്റിൽ തന്നെ കുറച്ച് പ്രിൻറ്റ് വരുന്ന ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കളർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വീടിനടുത്തായതുകൊണ്ട് തന്നെ എടുക്കാമെന്ന് കരുതി. ഇനി നമുക്ക് മസ്ലിൻ ക്ലോത്ത്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ടവൽ 3 എടുത്തത്. മസ്ലിൻ ക്ലോത്ത്സും കൂടെ ഉണ്ട്. മസ്ലിനാണ് ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങൾക്ക്. കോട്ടൺ ആണ്, പ്യുവർ കോട്ടൺ ആണ് മസ്ലിൻ ഫാബ്രിക്. അപ്പോൾ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുഞ്ഞിനെ പൊതിയാനും കിടത്താനും ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 3 മസ്ലിൻ ക്ലോത്തും കൂടി ഞാൻ ഈ ടവലിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ടി വരുമോ ഇല്ലയോ ഒന്നും അറിയില്ല. നമ്മൾ പണ്ട് എല്ലാവരും വൈറ്റ് ക്ലോത്ത് യൂസ് ചെയ്യാറുണ്ട്. കുഞ്ഞിന് വേണ്ടിയിട്ടാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും യൂസ് ചെയ്യാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ എന്തായാലും നമ്മളൊരു മുറിച്ചിട്ടൊന്നുമില്ല. ഞാൻ 2 വൈറ്റ് കോട്ടൺ മുണ്ട് വാങ്ങി അലക്കി മടക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കീറി യൂസ് ചെയ്യാമെന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ കുഞ്ഞു മഴയുടെ കുഞ്ഞുടുപ്പുകളാണ്. ഞാനൊരു 14 കുഞ്ഞുടുപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ദിവസം നമുക്ക് 2ഓ 3ഓ ഒക്കെ ചേഞ്ച് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാനൊരു 14 കുഞ്ഞുടുപ്പ് എടുത്ത് വെച്ചു. കുഞ്ഞു വാവയ്ക്ക് തൊപ്പി, കുഞ്ഞ് മിറ്റൻസും ബൂട്ട്സൊക്കെയാണ്. അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പെയർ എടുത്ത് വെച്ചിട്ടുണ്ട്. 3 ക്യാപ്പും 3 സോക്സ്, 3 കയ്യിലിടാനുള്ള സോക്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞിൻ്റെ വായൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലോത്ത്സ്, നമ്മൾ ടിഷ്യൂ ഒക്കെ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്ലോത്ത്സ് ആണ്. അതും ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞിൻ്റെ വായോ കൗട്ടയൊക്കെ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു വാവയ്ക്കും എനിക്കും വേണ്ടിയിട്ടുള്ള അത്യാവശ്യ സാധനങ്ങൾ ബാഗിൽ കൊള്ളുന്നതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാഗിൽ കൊള്ളും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ബാഗ് ക്ലോസ് ചെയ്യാം. അപ്പോൾ ബാഗ് നമുക്ക് പിന്നീട് അടയ്ക്കാം. ഇനി നമുക്ക് ബാക്കി ഉള്ളതെന്ന് പറയണത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഡൈപ്പേഴ്സ് സെക്ഷൻസ് ഒക്കെയാണ്. അപ്പോൾ ഞാനതിന് നമ്മുടെ മദർ ബാഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മദർ ബാഗാണ്. ഇത് നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ലേ ഡൈപ്പേഴ്സൊക്കെ, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ വെക്കാം. അപ്പോൾ ഒരു ബേബി ഹഗിൻ്റെ ഒരു ഡൈപ്പർ,
ഞാൻ പലത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വിചാരിക്കണം. ഞാൻ എടുത്ത് വെച്ചേക്കുന്നതാണ്. ഞങ്ങൾക്കത് ഗിഫ്റ്റ് അയച്ചു തന്നതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയ ഡയപ്പേഴ്സാണ്. അപ്പോൾ അത് ഞങ്ങൾ തൽക്കാലത്തേക്ക് എടുത്ത് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ചെന്നിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ വേറെ ഏതാണോ ബ്രാൻഡ് നല്ലത് അത് നോക്കി ഞങ്ങൾ മേടിക്കും. അപ്പോൾ ഞാൻ 2 ക്ലോത്ത് ഡയപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 അതിനുള്ളിൽ വെക്കുന്ന ക്ലോത്തും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് 3 ലെങ്കോട്ടീസ് ആണ്. അതായത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫിക്സേറ്ററുള്ള ക്ലോത്ത് ഡയപ്പറാണ്. അത് നമുക്ക് ഒരു തവണ യൂസ് ചെയ്യാം, യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം. അങ്ങനെ 4 എണ്ണം ഇത്രയും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യം ഉണ്ടാവോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, എന്നാലും ഞാൻ എടുത്തു വെച്ചു. നമ്മളെ കുഞ്ഞിനാവശ്യമായിട്ടുള്ള സെബാമെഡിൻ്റെ ഒരു ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്ലെൻസിങ് ബാർ, നമ്മൾ സോപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സോപ്പൊന്നും യൂസ് ചെയ്യില്ല ഹോസ്പിറ്റലിൽ നിന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാലും ഞാൻ എടുത്തു വെച്ചു. പിന്നെ ഒരു ബോഡി ലോഷൻ, ചിലപ്പോൾ ഡ്രൈയോ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂസ് ചെയ്യാൻ ഒരു ബേബി ലോഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സോപ്പ് കവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോപ്പൊക്കെ നമ്മൾ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഹിമാലയയുടെ ഒരു സോപ്പ് വെച്ചിട്ടുണ്ട്, അത് കുഞ്ഞിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് വൈപ്സ് ആണ്, വെറ്റ് വൈപ്സ്, കുഞ്ഞിനെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് വെറ്റ് വൈപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് ഈ ബാഗിലോട്ട് വയ്ക്കാം. അപ്പോൾ ഇത് ഡ്രൈ ഷീറ്റാണ്, സ്മോൾ സൈസിലുള്ള ഡ്രൈ ഷീറ്റ്. നമുക്ക് തൊട്ടിലൊക്കെ വിരിക്കാൻ പറ്റുന്ന സൈസിലുള്ള ഒരു 4 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനൊരു റിലീഫിന് എപ്പോഴും മറ്റേ ഡയപ്പറൊക്കെ കെട്ടി കൊടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതും കൂടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ ബാഗ് ഫില്ലായി. നമ്മൾ ബാഗ് ക്ലോസ് ചെയ്യുവാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുത്തു വച്ചേക്കുന്നത്, എനിക്കുള്ളതും കുഞ്ഞിനുള്ളതും ഹോസ്പിറ്റൽ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഉള്ളതെന്ന് പറയുന്നത് മദർ ക്യാരിയിങ് ബാഗാണ്. ഇപ്പോൾ നമ്മൾ കുഞ്ഞുവാവ വരുമ്പോഴത്തേക്കും നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുവരാനായാലും, ഇപ്പോൾ തണുപ്പ് കൂടുതലുള്ള സമയത്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് കുഞ്ഞിനെ കിടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒരു ഹീറ്റ് അല്ലേ, ചെറിയൊരു ബോഡി ഹീറ്റ് കുഞ്ഞിന് നിൽക്കും. കുഞ്ഞ് നമ്മുടെ വയറ്റിനുള്ളിലൊക്കെ കിടന്നിട്ടൊക്കെ വരുന്നില്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു പാമ്പറിങ്ങും ആ ഒരു ഇങ്ങനെ ഒതുങ്ങി കിടക്കാനുള്ള ടെൻഡൻസി ഒക്കെ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കതിന് ഈ ഒരു ക്യാരിയിങ് ബാഗ് യൂസ് ചെയ്യാം. ഇത് നിർബന്ധമല്ല, ഞാൻ എടുക്കുന്നുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായാലും ഹോസ്പിറ്റലിലായാലും കുഞ്ഞിനൊന്ന് ഉറങ്ങുന്ന സമയത്തൊക്കെ കിടത്താൻ വേണ്ടിയിട്ട് ഞാനൊരു ക്യാരിയിങ് ബാഗ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എടുക്കുന്നത് ഒരു മൊസ്കിറ്റോ നെറ്റാണ്. അപ്പോൾ കുഞ്ഞിനെ നമുക്ക് ഇതിനുള്ളിൽ കിടത്തി, ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡ്രൈ ഷീറ്റൊക്കെ വിരിച്ച് കുഞ്ഞിനകത്ത് കിടത്തി സിബിട്ട് കിടത്തി കഴിഞ്ഞാൽ കൊതുകൊന്നും കയറത്തില്ല. അപ്പോൾ കുഞ്ഞിനൊരു കംഫർട്ടായിട്ട് ഇതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. പിന്നെ വരുന്നത് നമ്മുടെ ഫീഡിങ് പില്ലോയാണ്. ഫീഡിങ് പില്ലോ ഇപ്പോൾ നമുക്ക് ഡെലിവറിക്ക് മുന്നേ ആയാലും ഇപ്പോൾ ചാരി ഇരിക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരെണ്ണം യൂസ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. താഴെ പോകുമ്പോഴത്തേക്ക് സെറ്റിയിൽ കൊണ്ടുപോയി അത് വെച്ചിട്ട് അതിൽ ചാരി ഇരിക്കും. ഇവിടെ ആണെങ്കിലും അതിൽ തലവെച്ച് കിടക്കാനായാലും ഒക്കെ നല്ല ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. താമസിച്ചായാലും നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് എടുത്തു പോകും. ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് നമുക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വന്ന് വീട്ടിൽ വന്ന് എടുക്കാനുള്ള ദൂരമേ ഉള്ളൂ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ എന്തെങ്കിലും വിട്ടുപോയോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലേ അറിയാമോ. ഞങ്ങളുടെ അറിവിലുള്ളതെല്ലാം ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും തന്നെ ആരും അങ്ങനെ കൊണ്ടുപോകുന്ന എനിക്ക് തോന്നുന്നില്ല. നമ്മൾ മുൻകൂട്ടി വാങ്ങി വെച്ചുകൂടാ എന്നൊക്കെയുള്ള ഒരു മിത്തുള്ളത് കൊണ്ട് ഇതിപ്പോ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല, ഒരു സാധനങ്ങളും വാങ്ങിയിട്ടില്ല. കുട്ടിയായിട്ട് പോവാന്നൊക്കെ പറഞ്ഞു ഇപ്പൊ നമ്മൾ മുതിർന്നവർ പറയുന്നത് കേൾക്കണമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. ഒക്കെ മാത്രമേ ഞങ്ങൾ വാങ്ങിയിട്ടുള്ളൂ. അല്ല, കുഞ്ഞിനുള്ള ഒരു സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ചു തന്നതാണ്. ആ സാധനങ്ങൾ തന്നെയാണ് ഞങ്ങളിപ്പോ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. കുഞ്ഞു വന്നിട്ട് പോയി ഷോപ്പിംഗ് അതൊക്കെ കുഞ്ഞിനെ കൊണ്ട് പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങളുടെ ബ്ലെസ്സിങ്സും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. ഞങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ കമന്റ്സുകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഒരുപാട് പേര് ഞങ്ങളുടെ ഭാവയ്ക്ക് വേണ്ടിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങളുടെ ബ്ലെസ്സിങ് ഞങ്ങളോട് ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, അപ്പൊ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ കാണാം.